കായിക പ്രേമികളിൽ ആവേശമുണർത്തി പള്ളുരുത്തിയിൽ ഫുട്ബോൾ ടർഫ് തുറന്നു. കൊച്ചി നഗരസഭ 19ാം ഡിവിഷനിൽ കച്ചേരിപ്പടി കോർപ്പറേഷൻ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് നഗരസഭ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ PR രചന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ KA അൻസിയ മുഖ്യാതിഥിയായി. ടർഫ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, കൊച്ചി മേയർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഡിവിഷൻ കൗൺസിലർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പള്ളുരുത്തിയിലെ കായിക പ്രേമികൾക്കും യുവതാരങ്ങൾക്കും ആവേശം പകർന്ന് കൊച്ചി നഗരസഭ 19ാം ഡിവിഷനിൽ കച്ചേരിപ്പടി കോർപ്പറേഷൻ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഗ്രൗണ്ട് മാത്രം നിങ്ങൾ നോക്കൂ, 1.25 കോടി രൂപയുടെ ടർഫ്. ഞാൻ ഒരാളുടെ പേര് ഇപ്പൊ പറഞ്ഞില്ല, എന്റെ സഹപ്രവർത്തകയായ ഒരാളോട് ഇരിപ്പുണ്ട്, മുൻ സഹപ്രവർത്തകയായിരുന്ന ഞങ്ങളുടെയൊക്കെ ചന്ദ്രിക ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി, 1.25 കോടി രൂപയുടെ ടർഫ്, 1 കോടി രൂപയുടെ പള്ളുരുത്തി ആശുപത്രി, എനിക്കൂടെ 55 എത്ര ലക്ഷം രൂപയുടെ പാർക്ക്, 55 ലക്ഷം രൂപ. ഞാനത് ഓർമ്മയെന്ന് പറയുന്നത് 55 ലക്ഷം രൂപയുടെ പാർക്ക്. ഇപ്പൊ ഞാൻ പോലും ശ്രദ്ധിക്കാത്ത കുറെ പ്രഖ്യാപനങ്ങൾ ശ്രീജിത്ത് തന്നെ നടത്തി. ഡിവിഷൻ കൗൺസിലർ PR രചന അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ ടർഫ് നിർമ്മിക്കാനുള്ള തീരുമാനം 2022 ബജറ്റിലാണ് എടുക്കുന്നത്. 2022 ബജറ്റിൽ അത്തരമൊരു തീരുമാനമെടുത്തു, തറക്കല്ലിട്ടു, മറ്റു നടപടികളിലേക്കൊക്കെ പോയി. ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ രൂപപ്പെടുകയും ആ പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിൽ ടർഫിന്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചി നഗരസഭയുടെ മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒക്കെ നേരിട്ട് ഇടപെട്ട് നമുക്കുണ്ടായ, നമ്മുടെ പ്രദേശത്തുണ്ടാവേണ്ട വലിയ മാറ്റം കൊണ്ടുവരേണ്ട കാര്യങ്ങൾക്കകത്ത് കൃത്യമായ ഇടപെടൽ നടത്തി നമ്മുടെ പ്രതിസന്ധികളൊക്കെ, ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി തരണം ചെയ്യാനുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. നഗരസഭ ഡെപ്യൂട്ടി മേയർ KA അൻസിയ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി, കൗൺസിലർമാരായ ബാസ്റ്റൻ ബാബു, PS വിജു, രഞ്ജിത്ത് മാസ്റ്റർ, നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും എന്ന് വെച്ചാൽ സർവ്വതലത്തിലും വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു കൗൺസിലാണ് 2020-25 അഡ്വക്കേറ്റ് M അനിൽകുമാർ നേതൃത്വം നൽകി കൗൺസിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ നാട്ടിൽ ആർക്കില്ല. മനോഹരമായ ടർഫ് വേഗത്തിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, നഗരസഭ പള്ളുരുത്തി സോണിൽ മാതൃകാപരമായ വികസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, ഡിവിഷൻ കൗൺസിലർ PR രചന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.